സ്വർണ്ണവില 1.5 ലക്ഷത്തിലേക്ക്. കേരളത്തിൽ 1 പവൻ സ്വർണ്ണത്തിന് 1.5 ലക്ഷം രൂപ. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. പക്ഷേ 2026-ൽ 1 ഗ്രാം സ്വർണ്ണത്തിന് 15,500 രൂപ വരെ എത്തിയേക്കാം. ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ഈ 8 മാറ്റങ്ങൾ സ്വർണ്ണവിലയെ ആ റെക്കോർഡിലേക്ക് എത്തിക്കും. യുദ്ധം സൃഷ്ടിക്കുന്ന അനിശ്ചിതത്വം. റഷ്യ-ഉക്രൈൻ യുദ്ധം വർഷങ്ങൾ പിന്നിടുമ്പോഴും സാമ്പത്തിക ലോകം ഭീതിയിലാണ്. ഇത്തരം രാഷ്ട്രീയ പ്രതിസന്ധികളിൽ ലോകം എപ്പോഴും സുരക്ഷിത നിക്ഷേപമായി കാണുന്നത് സ്വർണ്ണത്തെയാണ്. കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ്ണവേട്ട. ഇന്ത്യയുടെ RBI ഉൾപ്പെടെയുള്ള ലോകത്തെ പ്രധാന കേന്ദ്ര ബാങ്കുകൾ ഡോളറിന് പകരമായി വൻതോതിൽ സ്വർണം ശേഖരിക്കുകയാണ്. ഡിമാൻഡ് കൂടുമ്പോൾ വില സ്വാഭാവികമായും കുതിക്കുന്നു. സുഡാൻ ആഭ്യന്തര യുദ്ധം. പ്രധാന സ്വർണ്ണ ഖനന കേന്ദ്രമായ സുഡാനിലെ കലാപം സപ്ലൈ തടസ്സപ്പെടുത്തി. ലഭ്യത കുറഞ്ഞത് വിപണിയിൽ വില കൂടാൻ നേരിട്ട് കാരണമായി. മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധി. ഇറാൻ ഉൾപ്പെട്ട സംഘർഷങ്ങൾ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിർത്തുന്നു. ഇത് സ്വർണത്തിന് സേഫ് ഹെവൻ പദവി ഉറപ്പിക്കുന്നു. ഡോളറൈസേഷൻ. പല രാജ്യങ്ങളും ഡോളർ ഉപേക്ഷിച്ച് സ്വർണത്തെ അടിസ്ഥാനമാക്കി വ്യാപാരം നടത്താൻ തുടങ്ങുന്നത് ഡോളറിന്റെ കരുത്തു കുറയ്ക്കുകയും സ്വർണത്തിന് മൂല്യം കൂട്ടുകയും ചെയ്യുന്നു. ഡിജിറ്റൽ ഗോൾഡ് വിപ്ലവം. ഇന്ന് സാധാരണക്കാർക്ക് പോലും മൊബൈൽ ആപ്പുകൾ വഴി ചെറിയ തുകയ്ക്ക് സ്വർണം വാങ്ങാം. ഈ എളുപ്പവഴി ഡിമാൻഡ് വൻതോതിൽ വർദ്ധിപ്പിച്ചു. ഗോൾഡ് ETF-കൾ. ഷെയർ മാർക്കറ്റ് വഴി വൻകിട നിക്ഷേപകർ കോടിക്കണക്കിന് രൂപ ഗോൾഡ് ഫണ്ടുകളിലേക്ക് ഒഴുക്കുന്നത് വില റോക്കറ്റ് പോലെ ഉയരാൻ കാരണമാകുന്നു. രൂപയുടെ മൂല്യത്തകർച്ച. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾക്കൊപ്പം ഇന്ത്യൻ രൂപ ദുർബലമാകുന്നതും കേരളത്തിലെ വില 15,000 കടക്കാനിടയാക്കും. ചുരുക്കത്തിൽ യുദ്ധങ്ങളും സാമ്പത്തിക മാറ്റങ്ങളും തുടരുമ്പോൾ സ്വർണമെന്നും രാജാവായി തുടരും. സ്വർണ്ണവിലയിലെ ഈ കുതിച്ചുചാട്ടത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം സാമ്പത്തിക വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ.